നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ നാളുകൾക്ക് ശേഷം, ചില മാസങ്ങൾക്ക് ശേഷം വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണുവാനും കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് സിയോൻ പ്രയർ ഫെലോഷിപ്പിന്റെ കൂട്ടായ്മയായിട്ട് കൂടി വരുവാൻ കർത്താവ് നൽകി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നേതൃത്വം കൊടുക്കുന്ന പ്രിയ ദൈവമക്കളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. സുവിശേഷ വേലയെ സ്നേഹിക്കുകയും ദൈവമക്കളെ സ്നേഹിക്കുകയും ആ വേലയ്ക്ക് വേണ്ടി മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രിയ മക്കളെ ഓർക്കുമ്പോൾ ഹൃദയം സന്തോഷിക്കാറുണ്ട്. നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇത്രയും പേർക്ക് നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനായിട്ടുള്ള ഒരു കൃപയെ വലിയവനായ ദൈവം വീണ്ടും നൽകി തന്നല്ലോ. അത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളില് വേലയെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയ ദൈവമക്കളോടുള്ള നന്ദിയെ അറിയിക്കുന്നു. കർത്താവിന്റെ വേല കർത്താവ് തന്റെ മക്കളിലൂടെ നല്ല രീതിയിൽ ചെയ്തെടുക്കുന്നു. അത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പിതാവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രിയ ദൈവമക്കള് രോഗിയായി കിടന്നപ്പോഴൊക്കെ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ പപ്പ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. കഴിഞ്ഞ മാർച്ച് 28 എനിക്ക് തോന്നുന്നത്. അതിനുശേഷം നമുക്കൊന്ന് കൂടി വരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാല് അനേകര് പ്രിയ ദൈവമക്കൾ കടന്നു വരികയും അതിലെല്ലാം സഹകരിക്കുകയും കൈത്താങ്ങൾ തരികയും എല്ലാം ചെയ്തിട്ടുണ്ട്. അത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയവനായ ദൈവം അതെല്ലാം ഭംഗിയാക്കി തീർത്തു, അനുഗ്രഹിച്ചു. നന്ദിയോടെ സ്തുതിക്കുന്നു. പലപ്പോഴും ചിലപ്പോഴൊക്കെ ഞങ്ങൾ ആ ഒരു പപ്പ ഇല്ലാത്തതിന്റെ അത് ഫീൽ ചെയ്യാറുണ്ട് വീട്ടില്. എങ്കിലും ദൈവം വഴി നടത്തുന്നു. അത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയ മാതാവ് അല്പനാളത്തേക്കായിട്ട് ഒരു മാസത്തേക്ക് നാഗ്പൂര് എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ അടുക്കിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് അല്പം രോഗത്താല് ഭാരപ്പെടാനായിട്ടിടയായി. ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു. എങ്കിലും വീട്ടിലേക്ക് അവിടെ തന്നെ ചേച്ചിയുടെ അടുത്തേക്ക് ഭവനത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കടന്നു വന്നു. ഇപ്പോൾ ആശ്വാസമുണ്ട്. ദൈവം കൂടെ ഇരിക്കുന്നു. വീണ്ടും പ്രിയ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ വേലയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹിന്ദി ഭായിമാരുടെ ഇടയിലും എല്ലാം പ്രവർത്തിപ്പാനായിട്ട് ദൈവം ഇടയാക്കി. ഇതിന്റെ മധ്യത്തില് ഞങ്ങൾക്ക് ഒരു നാഷണൽ കൺവെൻഷൻ കോട്ടയത്ത് വെച്ച് നടത്തുവാനായിട്ട് വലിയവനായി ദൈവം സഹായിച്ചു. അതില് ഒരു 800ഓളം പേര് അതിന് മുകളിലായിട്ടുള്ളവര് കടന്നു വന്നു. അത് അനുഗ്രഹമാക്കി കർത്താവ് തീർത്തു. അത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഒരു സന്തോഷ വാർത്ത പറഞ്ഞു തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിലെ വലിയ പ്രയാസങ്ങളും പ്രതികൂലങ്ങളുമായിരുന്നു. നമുക്കറിയാം, ഞാൻ ഉത്തർപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ പ്രാർത്ഥനാ മീറ്റിംഗിൽ ഞാൻ പറയാറുണ്ട്. വിശേഷിച്ച് ഫത്തേപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെയെല്ലാം വലിയ പ്രതികൂലത്തിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളായിരുന്നു. പലരെയും പിടിച്ച് ജയിലിലിട്ടു. പലരുടെയും പേരില്, ഒരാളുടെ പേരിൽ തന്നെ പല കേസുകളെല്ലാം ഉണ്ടാകുവാനായിട്ട് ഇടയായി. അതിന് ഈ ഉത്തർപ്രദേശിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോർട്ടിന്റെ ഒരു പുതിയ വിധി വന്നു. എത്ര പേർക്കെതിരെ ഉത്തർപ്രദേശില് അലഹബാദ് യൂണിവേഴ്സിറ്റിയിലുള്ള ആ ദേശത്തും ഉള്ള ആളുകളെ പലരെയും ഉപദ്രവിക്കുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച വന്ന ഒരു വലിയ വിശേഷമായ വാർത്ത, എത്ര പേരുടെ മേല് ഈ കേസുകളെല്ലാം ചുമത്തിയോ ജയിലിലിട്ടോ അവരെ പീഡിപ്പിച്ചോ അവരുടെ ഉണ്ടായിരുന്ന കേസുകളെല്ലാം സുപ്രീം കോടതി അത് റദ്ദ് ചെയ്യുവാനായിട്ടിടയായി. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്കെതിരെ ഉള്ള സകല കേസുകളും റദ്ദ് ചെയ്തു. അവര് വളരെ വ്യക്തമായി പറഞ്ഞു, ഇത് വെറുതെ ഇട്ടിരിക്കുന്ന കേസുകളാണ്. ഒരു വ്യക്തി പോലും 100 കണക്കിന് ആളുകളെ പീഡിപ്പിക്കാനായിട്ടിടയായി. ഒരു വ്യക്തി, ഒരു പാസ്റ്റർ ഇവിടെ മൂവാറ്റുപുഴയിൽ ഇപ്പൊ താമസിക്കുന്നുണ്ട്. അദ്ദേഹം 2 വർഷത്തോളം ഒളിച്ച് താമസിച്ചിട്ട് അദ്ദേഹം ഇപ്പൊ മൂവാറ്റുപുഴയിലുണ്ട്. അദ്ദേഹം UP കാരനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മലയാളിയാണ്. അദ്ദേഹം അവരിവിടെ ഇപ്പോൾ വന്ന് താമസിക്കുന്നുണ്ട്. 9 കേസാണ് അദ്ദേഹത്തിന്റെ മേലെ ചുമത്തിയിരുന്നത്. പക്ഷെ അതെല്ലാം റദ്ദ് ചെയ്യുവാനായിട്ടിടയായി. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് മുഖാന്തരം ഇനി നോർത്ത് ഇന്ത്യയില് ഇങ്ങനെ ഒരു കേസ് എടുക്കരുത് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്.
അതുകൊണ്ട് അതൊരു വലിയ അനുഗ്രഹമായി തീരുവാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കണം. അനേക സംസ്ഥാനങ്ങളിൽ ഇതൊരു മാതൃകയായിക്കൊണ്ട് സുവിശേഷത്തിനെതിരായി നിൽക്കുന്നവര് അത് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. അതിനുവേണ്ടി പ്രിയ ദൈവമക്കളെ വിശേഷിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമ്മുടെ മുമ്പില് സമയം മാത്രമേ ഉള്ളൂ. സമയത്ത് തന്നെ നമുക്ക് നിർത്തണമല്ലോ. അതുകൊണ്ട് ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വിഷയം നമ്മൾ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായിട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 2-ാം സങ്കീർത്തനം അതിന്റെ 12-ാം വാക്യം ഞാൻ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അത് പ്രകാരമായി എഴുതിയിരിക്കുന്ന നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പി. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. വഴിയിൽ വെച്ച് നശിക്കുന്നവർ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ അവസാനത്തോളം കാത്തു സൂക്ഷിക്കാതെ വഴിയിൽ വെച്ച് പട്ടുപോകുന്നവർ. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഒരു ക്രിസ്തീയ കൂട്ടായ്മയിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഈ വചനം നമ്മളെ വെളിപ്പെടുത്തുന്ന ഒന്ന്, വഴിയിൽ വെച്ച് നശിച്ചു പോകുവാനായിട്ടുള്ള സാധ്യതകൾ എല്ലാം ഉണ്ട്. അനേക ദൈവമക്കൾ, അനേക മഹാന്മാർ, അനേക സുവിശേഷകർ പട്ടുപോയ ഒരു പാതയാണ് ഈ ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. അനേക ദൈവമക്കൾ, അനേക നിൽക്കുന്നു എന്ന് തോന്നുന്ന അനേകർ വീണുപോയ ഒരു ജീവിതമാണ് ഇന്ന് നമ്മുടെ മുമ്പില് ഉള്ളത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളുടെ ജീവിതം എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രാർത്ഥനാ ജീവിതത്തോടെ ആയിരിക്കണം. അത് ഇപ്രകാരമായിരിക്കണം: കർത്താവേ, എന്റെ വിശ്വാസം അന്ത്യത്തോളം നിലനിൽപ്പാൻ എന്നെ നീ സഹായിക്കണേ. ഒന്നാമത്തെ നമ്മുടെ പ്രാർത്ഥന. ഞാൻ പലപ്പോഴും ചിലരിൽ നിന്നെല്ലാം ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ ലോകത്തിന്റെ അഭിവൃദ്ധിക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. നാം പ്രാർത്ഥിക്കേണ്ട ഏറ്റവും മുഖ്യമായ ആവശ്യം എന്നുള്ളത്, കർത്താവേ, എന്റെ ജീവിതത്തിന്റെ അവസാനത്തോളം, എന്റെ അവസാന ശ്വാസം വരെയും ഈ വിശ്വാസം കാത്തു സൂക്ഷിപ്പാൻ ഉള്ള കൃപയെ നീ എനിക്ക് തന്ന് അനുഗ്രഹിക്കണം. രണ്ടാമത്തേത്, എന്റെ കർത്താവെ, ഞാൻ എത്ര നാൾ ഈ ഭൂമിയിലുണ്ടോ അത്ര നാള് എന്റെ വിശ്വാസത്തിന്റെ കൂടെ എന്റെ വിശുദ്ധ ജീവിതവും കാത്തു സൂക്ഷിപ്പാൻ നീ എന്നെ സഹായിക്കണം. ഈ രണ്ട് കാര്യങ്ങളും മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന് കുലുങ്ങേണ്ട ആവശ്യമില്ല. അവനിൽ ദൈവത്തിന്റെ വിശ്വസ്തത എപ്പോഴും കൂടെ ഇരിക്കുകയും അവനെ വഴി നടത്തുകയും ചെയ്യും എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇന്ന് മക്കളുണ്ട്. അവരെ നാം എന്ത് ചെയ്യാറുണ്ട്? മക്കളെ എടുത്ത്, കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ആവുമ്പോൾ അവരെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ചുംബിക്കും. അതിന്റെ കാരണം എന്താ? സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ്, ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന. ഒരു ദിവസം ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങനെ ആളുകൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക, പണ്ടത്തെ സംഭവം, നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വഴിയിൽ വെച്ച ഒരു അമ്മച്ചി തന്റെ എടുത്തിരിക്കുന്ന കുഞ്ഞിനെ ഇങ്ങനെ ചുംബിച്ചുകൊണ്ട് പോവുക. അപ്പൊ അടുത്ത ആള് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ ചുംബിക്കുന്നേ കൊച്ചിനെ എന്ന് ചോദിച്ചപ്പോൾ, ഇന്ന് പ്രസംഗം കേട്ടില്ലേ, വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഇതല്ല വാസ്തവമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് യഥാർത്ഥമായി എപ്പോഴും ഈ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ.
യഹോവയിൽ ആശ്രയിച്ച് അവനിൽ ശരണപ്പെട്ട്, കർത്താവിൽ ആശ്രയിച്ച് അവനിൽ ശരണപ്പെട്ട് അവനെ എപ്പോഴും കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം, അത് അന്ത്യത്തോളം സുരക്ഷിതമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു വാക്യം കൂടി നമുക്ക് ആമുഖമായിട്ട് വായിച്ച് നമുക്ക് ചില കാര്യങ്ങൾ മുന്നോട്ട് ചിന്തിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള ഭാഗങ്ങള് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം അത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറിപ്പോകും. അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിന്റെ അവസാനത്തോളം നമ്മുടെ ഈ വിശ്വാസ ജീവിതം, അത് എന്തെല്ലാം എതിർപ്പുകൾ കടന്നു വന്നാലും എന്റെ ജീവിതം അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നതാകുവാൻ തക്കവണ്ണം നീ ഇടയാക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതിന്റെ മധ്യത്തിൽ പ്രിയ ദൈവമക്കളെ, ചില വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. വിശ്വാസ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും ഉണ്ടായിരുന്നിട്ടും നമ്മളുടെ ജീവിതത്തില് നഷ്ടങ്ങൾ വരുത്തി വെച്ചവരുണ്ട്. എന്നാൽ അനേകർ ഈ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് തന്റെ ജീവിതത്തെ അന്ത്യത്തോളം ഓടിയവരുണ്ട്. അവരുടെ ജീവിതത്തെ കുറിച്ച്, ചില വ്യക്തികളുടെ ജീവിതത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശലോമോൻ രാജാവിന്റെ ജീവിതം തന്നെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തില് അതിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 4-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. എങ്ങനെയെന്നാൽ ശലോമോൻ വയോധികനായപ്പോൾ അല്ലെങ്കിൽ വൃദ്ധനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ ദേവന്മാരിലേക്ക് വശീകരിച്ചു. അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയിൽ ഏകാഗ്രമായിരുന്നില്ല. എപ്പോൾ? അവൻ വൃദ്ധനായപ്പോൾ, വയോധികനായപ്പോൾ, ജീവിതത്തിന്റെ അവസാനത്തിൽ. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ഞാൻ ഇത് പറഞ്ഞത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ എന്ത് ചെയ്യണം? വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. അത് ദൈവകൃപയിൽ മാത്രമാണ്. ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ട് മാത്രമാണ് ഈ വിശ്വാസ ജീവിതത്തെ അന്ത്യത്തോളം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ജീവിതത്തിൽ അനേക അനുഗ്രഹങ്ങൾ ലഭിച്ച വ്യക്തിയായിരുന്നു ശലോമോൻ രാജാവ്. ഒന്നാമതായി ശലോമോൻ രാജാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായം, രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 39-40 വാക്യങ്ങള് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങള് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൻ അഭിഷേകം പ്രാപിച്ചവനും അവൻ വിളി ലഭിച്ചവനുമായിരുന്നു എന്ന് നമുക്കതിന്റെ 39-40 വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കും. അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? സാദോക്ക് പുരോഹിതൻ തൃക്കൂടാരത്തിൽ നിന്ന് തൈലക്കൊമ്പ് കൊണ്ടുചെന്ന് ശലോമോൻ എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. അവൻ അഭിഷേകം പ്രാപിച്ചവനായിരുന്നു. സ്തോത്രം. അവർ കാഹളം ഊതി ജനമൊക്കെയും ശലോമോൻ രാജാവെ ജയ ജയ എന്ന് ഘോഷിച്ചു പറഞ്ഞു. പിന്നെ ജനമൊക്കെയും അവന്റെ പിന്നാലെ ചെന്നു. ജനം കുഴലൂതി അവരുടെ ഘോഷം കൊണ്ട് ഭൂമി കുലുങ്ങുമാർ അത്യന്തം സന്തോഷിച്ചു. ഭൂമി കുലുങ്ങുമാറ് അത്യന്തം സന്തോഷിക്കുന്ന ഒരാരവം
ശലോമോൻ രാജാവിന്റെ അഭിഷേകത്തിന്റെ സമയത്തുണ്ടായി. അവന് രാജാവായി അഭിഷേകം ചെയ്തു. ജീവിതത്തില് ദാവീദ് രാജാവ് ചെയ്ത ഒരു വലിയ തെറ്റുണ്ടായിരുന്നു. ഊരിയാവിനെ കൊന്നു. ബേർശേബയെ, അവന്റെ ഭാര്യയായ ബേർശേബയെ തന്റെ ഭാര്യയായി സ്വീകരിച്ചു. ആദ്യ പാപത്തിലുണ്ടായ ആ കുഞ്ഞ് മരിച്ചുപോയി. രണ്ടാമതുണ്ടായ വ്യക്തിയാണ് ശലോമോൻ. ശലോമോന്റെ മേല് ദൈവത്തിന്റെ ഒരു പ്രീതി ഉണ്ടായിരുന്നു. ദാവീദ് രാജാവിന്റെ പുത്രനായ ശലോമോനെ ദൈവം വിളിച്ചതാണ്, തിരഞ്ഞെടുത്തതാണ്, അഭിഷേകം ചെയ്തതാണ്. നല്ല തുടക്കമായിരുന്നു. എന്നാൽ വയോധികനായപ്പോൾ സംഭവിച്ചത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അവസാനം ചിന്തിക്കാം. പക്ഷേ അവന്റെ ജീവിതത്തിന്റെ അനേകം നല്ല തുടക്കങ്ങൾ, പ്രിയ ദൈവമക്കളെ, അതിനെ എൻഡിലെത്തിക്കുവാൻ സാധിക്കാതെ വൈകുന്നേരോളം വെള്ളം കോരിയിട്ട് വൈകിട്ട് കുടമുടച്ചു എന്ന് പറയുന്ന രീതിയിൽ ജീവിതത്തിന്റെ അവസാനത്തോളം ദൈവഭയത്തിൽ, ദൈവ ആശ്രയത്തിൽ നിൽക്കുവാൻ സാധിക്കാതെ അന്യ ദൈവങ്ങൾക്ക് ധൂപം കാട്ടുവാൻ തക്കവണ്ണം യഹോവയിൽ നിന്ന് തന്നെ തന്റെ ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ശലോമോൻ രാജാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചു എങ്കിൽ നമ്മൾ ആ ശലോമോൻ രാജാവിനേക്കാളും ശ്രേഷ്ഠന്മാരൊന്നുമല്ല. ശലോമോൻ രാജാവിന്റെ ജീവിതം അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. അവന് കൊടുത്ത അനുഗ്രഹങ്ങൾ അത്രമാത്രം മനുഷ്യന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതായിരുന്നു. അവന്റെ രാജാവായി അഭിഷേകം ചെയ്യുന്ന അഭിഷേകത്തിൽ തന്നെ ഭൂമി കുലുങ്ങുമാറ് ജനങ്ങൾ അത്യന്തം ഘോഷിക്കുന്ന അനുഭവം ഉണ്ടായ വ്യക്തിയായിരുന്നു. വിളിക്കപ്പെട്ടവനായിരുന്നു, അഭിഷേകം പ്രാപിച്ചവനായിരുന്നു. രണ്ടാമത്തെ കാര്യം, രണ്ടാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ പറയാണ്, ദാവീദിന് മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു, നീ ധൈര്യം പൂണ്ട പുരുഷനായിരിക്കുക, നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനാകേണ്ടതിനും നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ എന്റെ മുമ്പാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രായേലിന്റെ രാജസന്നിധിയിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ വരികയില്ല. വീണ്ടും 1 ദിനവൃത്താന്തം 28 അതാരെങ്കിലും ഒന്ന് വന്ന് വായിച്ച് സഹായിക്കണേ. 1 ദിനവൃത്താന്തം 28 അധ്യായം അതിന്റെ 9-10 വാക്യങ്ങള് നമ്മൾ വായിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, അവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒന്ന് എന്തെന്ന് വെച്ചാൽ, ഒരു നല്ല പാരമ്പര്യമുള്ളവനായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പേരെടുത്ത ദാവീദിന്റെ മകനായി ജനിക്കുവാൻ ലോകത്തിൽ അവസരം ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ശലോമോന് പറയുവാൻ നല്ല ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അതൊന്ന് വായിക്കാമോ? 1 ദിനവൃത്താന്തം 28 അധ്യായം അതിന്റെ 9-10 വാക്യങ്ങള്. നീയോ എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടി സേവിക്കുകയും ചെയ്യുക. യഹോവ സർവ്വ ഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി. ഇത് ആരാ പറഞ്ഞു കൊടുക്കുന്നതെന്നറിയാം? ഇത് ദാവീദ് രാജാവ് തന്റെ മകനെ പ്രബോധിപ്പിക്കുകയാണ്. ഒരു എത്രയോ നല്ല ആത്മീക പിതാവുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ഓർക്കാറുണ്ട്, എന്റെ പിതാവ് എന്നെ ഉപദേശിക്കാറുണ്ട്. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ ഒരു 50 വർഷത്തോളം കേരളത്തിലെ സുവിശേഷ വേല, മറ്റനേക സ്ഥലങ്ങളില് സുവിശേഷ വേല ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. ഞാൻ എന്റെ ചെറുപ്പകാലത്തിൽ ഓർത്തിരുന്ന ഒരു കാര്യമുണ്ട്.
എന്റെ പിതാവ് ഒരു സുവിശേഷകനായതുകൊണ്ട് ഞാൻ ആ പേരും പറഞ്ഞ് എനിക്ക് സ്വർഗത്തിൽ എത്താം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ ചെറുപ്പകാലത്ത് എനിക്ക്. പക്ഷേ ഞാൻ ദൈവവചനം പഠിച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ദൈവത്തിന് കൊച്ചുമക്കളില്ല, മക്കളെ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായത്. പ്രിയ ദൈവമക്കളെ, എന്റെ പിതാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ എത്തുവാനായിട്ട് പറ്റത്തില്ല. എനിക്ക് മറ്റൊരു ആത്മീയ നേതാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ കർത്താവിന്റെ അടുക്കൽ എത്താനായിട്ട് സാധിക്കത്തില്ല. എനിക്ക് ആരായി മാറണം? എനിക്ക് എന്റെ കർത്താവിന്റെ മകനായി മാറാതെ എനിക്ക് എവിടെ എത്താൻ പറ്റത്തില്ല? അവന്റെ അടുക്കിലേക്ക് എത്താനായിട്ട് പറ്റത്തില്ല. ആ ഒരു വ്യക്തമായ ധാരണ എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് ആ സമയത്ത് നൽകുവാനായിട്ടിടയായി. നമുക്ക് ആത്മീക പിതാക്കന്മാർ, ശലോമോന്റെ ജീവിതത്തിൽ അവൻ ഉപദേശം കൊടുക്കുന്ന നല്ല ഒരു ആത്മീക പിതാവ് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വാസ്തവമാണ്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒത്തിരി സമയം അതിനെക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ കാര്യങ്ങള് ഓടിച്ച് പോകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്, അവൻ അഭിഷേകം പ്രാപിച്ചവൻ, ദൈവത്തിന്റെ വിളി ഉണ്ടായിരുന്നവൻ. 2, അവന് നല്ല ഒരു ഉത്തമ പിതാവ്, ഒരു നല്ല പാരമ്പര്യം. യഹൂദ ഗോത്രം എന്ന് പറഞ്ഞാൽ ദൈവം രാജാക്കന്മാരായി വാഴുവാൻ തെരഞ്ഞെടുത്ത എന്ന് പറഞ്ഞാൽ, പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ യഹൂദ ഗോത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് തന്നെ ഈ ഭൂമിയിലേക്ക് ജനിക്കുവാനായിട്ട് ഇടയായ ഒരു ഗോത്രമാണ് യഹൂദ ഗോത്രം. ആ ഗോത്രത്തിൽ ജനിച്ചവനാണ് ശലോമോൻ രാജാവ് എന്നുള്ളത്. അവന് നല്ലൊരു പാരമ്പര്യം പറയാനുണ്ടായിരുന്നു, കുടുംബ മഹിമ പറയാനുണ്ടായിരുന്നു. ഞാൻ പകലോ മറ്റം തറവാട്ടിൽ ജനിച്ചതാണെന്നൊക്കെ നമുക്ക് കേരളത്തിൽ പറയുവാൻ സാധിക്കുന്നത് പോലെ പറയുവാൻ നല്ല പാരമ്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പാരമ്പര്യം ഒന്നും, ശ്രദ്ധിച്ച് കേൾക്കണമേ, അവനെ അന്ത്യത്തോളം നിർത്തുവാനായിട്ട് ഇടയായില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. 3-ാമത്തെ കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അതിന്റെ 1 രാജാക്കന്മാർ, ഞാൻ മുഴുവൻ ഭാഗങ്ങളും വായിക്കുന്നില്ല. 1 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 2-ാം വാക്യമാണ്. 3:5 3-ാം അധ്യായം 5-ാം വാക്യത്തില് ഒന്നാമതായിട്ട് ഈ ശലോമോൻ രാജാവിന് ദൈവം പ്രത്യക്ഷനായതിനെ കുറിച്ച് കാണുന്നുണ്ട്. അവിടെ 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ 2-ാം പ്രാവശ്യവും അവന് ദൈവം പ്രത്യക്ഷമായതിനെ കുറിച്ച് നമുക്ക് അതിന്റെ 9-ാം അധ്യായത്തില് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. 9-ാം അധ്യായം ഗിബെയോനിൽ വെച്ച് ശലോമോന് പ്രത്യക്ഷനായതുപോലെ 2-ാം പ്രാവശ്യവും അവന് പ്രത്യക്ഷനായി. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. 2 പ്രാവശ്യം നേരിട്ട് ആരുമായി? ജീവനുള്ള സകലത്തിന്റെയും ഉടയവനായ ജീവനുള്ള ദൈവവുമായി, യഹോവയാം ദൈവവുമായി, ഹല്ലേലൂയ, നേരിട്ട് സംസാരിച്ചവനാണ് ആര്? ഈ ശലോമോൻ രാജാവ്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ മോശ ഇത്രമാത്രം ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ്. മോശയുടെ ജീവിതത്തിൽ മോശയ്ക്ക് യഹോവയെ ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചു. മോശയോട് എന്താ പറഞ്ഞു? നീ ആ പാറയുടെ പിളർപ്പിലേക്ക് മാറി നിൽക്കുക, ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ പുറകുവശം നിനക്ക് കാണുവാൻ സാധിക്കും, എന്നെ നേരിട്ട് കണ്ടാൽ അവൻ മരിച്ചു പോകും എന്നെല്ലാം പറഞ്ഞ ആ ദൈവം ഇവിടെ കേൾക്കുക. ശലോമോൻ രാജാവുമായി 2 പ്രാവശ്യം വചനത്തിൽ എഴുതിയിരിക്കുക നേരിട്ട് കൂട്ടായ്മയാചരിച്ചവനാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവവുമായി കൂട്ടായ്മയാചരിച്ച വ്യക്തിയാണ്. 1 അഭിഷേകം പ്രാപിച്ചവൻ, വിളി ലഭിച്ചവൻ, നല്ല ഒരു പാരമ്പര്യമുള്ളവൻ. സ്തോത്രം. 3 ദൈവത്തെ നേരിട്ട് കണ്ടവൻ, കൂട്ടായ്മയാചരിച്ചവൻ. അവന്റെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ടായിരുന്നു. 4-ാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. പ്രിയ ദൈവമക്കളെ, അതിന്റെ 6-ാം അധ്യായം 1 രാജാക്കന്മാർ 6:38 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതുണ്ട്. ഈ ലോകത്തിൽ ഒരു ദൈവാലയം പണിയണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായപ്പോൾ, അത് അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ദൈവത്തിന് ഇല്ലായിരുന്നു. ദാവീദ് രാജാവിന്റെ ഒരു വലിയ ആഗ്രഹം. ദൈവം ആ സമയത്ത് പറഞ്ഞത്, ഞാൻ ഒരിക്കലും നിങ്ങൾ പണിയുന്ന ഈ ആലയത്തിന്റെ ഉള്ളിലൊന്നും വസിക്കേണ്ടവനൊന്നുമല്ല, ഞാൻ വസിക്കുന്നത്, ഞാൻ പണിത് ജീവനുള്ള ആലയത്തിലാണ്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു.
എന്നെ ഒരിക്കലും കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ ഉണ്ടാക്കിയ, ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കിയ ഒരു ആലയത്തിൽ ബന്ധിക്കുവാൻ സാധിക്കത്തില്ല. സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമായിരിക്കെ നീ എനിക്ക് എങ്ങനെ ഏത് ആലയം പണിയും? നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അവനെ ആരാധിക്കേണ്ടതിന്, അവനെ മഹത്വപ്പെടുത്തേണ്ടതിന് ഞങ്ങൾക്കൊരാലയം വേണമെന്ന് ശഠിച്ചപ്പോൾ, അതിന്റെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊരു വലിയ ഒരു സ്റ്റഡി ആയിട്ട് തന്നെ ദൈവ മന്ദിരം എന്നുള്ള ഒരു വിഷയം തന്നെ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. എന്നാൽ പ്രിയ ദൈവമക്കളെ, അങ്ങനെ പറഞ്ഞ് അവസാനം യുദ്ധം ചെയ്ത് രക്തച്ചൊരിച്ചിൽ നടത്തിയ ദാവീദിനെ കൊണ്ടത് ചെയ്യിക്കാതെ ശലോമോനെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. അതിന്റെ കാരണമുണ്ട്. രണ്ട് കാര്യങ്ങളാ പ്രിയ ദൈവമക്കളെ. ഒന്ന്, ശലോമോൻ രാജാവിന്റെ കാലഘട്ടത്തിൽ എന്തായിരുന്നു അറിയാം? ഒരു സമാധാനമായിരുന്നു. യുദ്ധങ്ങളൊന്നുമില്ലാതെ അന്യ ജാതികളുമായിട്ടും രാജ്യങ്ങളുമായിട്ടും സമാധാനം മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തിയായിരുന്നു ആര്? ശലോമോൻ രാജാവിന്റെ കാലഘട്ടം എന്നുള്ളത് നമുക്കറിയാം. ശലോമോൻ രാജാവിന് മുൻപും ശലോമോൻ രാജാവിന് ശേഷവും യുദ്ധത്തോട് യുദ്ധങ്ങളായിരുന്നു. പക്ഷെ ശലോമോൻ രാജാവിന്റെ കാലഘട്ടം സമാധാനത്തിന്റെ കാലഘട്ടമായിരുന്നു. സമാധാനം ഉണ്ടാക്കിയ അല്ലെങ്കിൽ സമാധാനം കൊണ്ടുവന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? ശലോമോൻ രാജാവ് എന്നുള്ളത് നമുക്കറിയാം. രണ്ട്, അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? ഒന്ന് രാജാക്കന്മാർ 6:38. 7 വർഷം 11-ാം ആണ്ട് 8-ാം മാസമായ ബൂൽ മാസത്തിൽ ആലയം അതിന്റെ സകല ഭാഗങ്ങളുമായി അതിന്റെ മാതൃക പ്രകാരം ഒക്കെയും പണിതു തീർക്കുകയും ചെയ്തു. അങ്ങനെ അവൻ 7 ആണ്ടുകൊണ്ട് അത് പണിതു തീർത്തു. 7 ആണ്ടുകൊണ്ട് ഒരു ദൈവാലയം ഈ ഭൂമിയിൽ, ഒന്നാമത്തെ ദൈവാലയം ഈ ഭൂമിയിൽ ആരാണ് സ്ഥാപിച്ചവനാ, പണിഞ്ഞവനാ. ഇന്ന് നമ്മളൊക്കെ പലപ്പോഴും ഓർക്കാറുണ്ട്, കർത്താവേ, ഞാൻ ഇന്ന സ്ഥലത്ത് ഞാൻ പള്ളി പണിയാനായിട്ട് കാശ് കൊടുത്തതാ, ഞാൻ ആലയം പണിയിപ്പിച്ചതാ. അനേക കാര്യങ്ങള് നമ്മള് കേൾക്കാറുണ്ട്. പക്ഷെ ഈ ദൈവാലയം പണിയുന്ന സമയത്ത് തന്നെ പ്രിയ ദൈവമക്കളെ ഒരു കാര്യം കർത്താവ് അവിടെ പറഞ്ഞിരുന്നു കേട്ടോ. അത് 9-ാം അധ്യായം, അതിന്റെ 9-ാം അധ്യായം 6 മുതൽ ഉള്ള വാക്യങ്ങള് നമ്മൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 9-ാം അധ്യായം, നിങ്ങളോ ഞങ്ങളുടെ പുത്രന്മാരോ എന്നെ വിട്ടുമാറി നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ ചെന്ന് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിച്ചാൽ ഞാൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ പറിച്ചു കളയും. എന്റെ നാമത്തിന് വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്ന ഈ ആലയവും ഞാൻ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. എന്റെ നാമം മഹത്വത്തിന് വേണ്ടി ഞാൻ പണിതിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്ന ഈ ദൈവാലയവും നീ അന്യ ദൈവങ്ങളെ പോയി ആരാധിച്ചാൽ ഞാനത് നീക്കിക്കളയും. അതിനുശേഷം അവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. എന്റെ നാമത്തിന് വേണ്ടി ഞാൻ വിശുദ്ധീകരിക്കുന്ന ഈ ആലയവും ഞാൻ എന്റെ മുമ്പിൽ നീക്കിക്കളയും. ഇസ്രായേൽ സകല ജാതികളുടെ ഇടയിൽ പഴഞ്ചൊല്ലും പരിഹാസവും ആയിരിക്കും. നന്ദിയോടെ ദൈവത്തെ മതി. നമുക്ക് പിന്നീട് അത് നമുക്ക് വീട്ടിൽ ചെന്നൊക്കെ ആ കാര്യങ്ങൾ വായിക്കാനായിട്ട് സാധിക്കും. മക്കളെ, ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഇവിടെ ഒരു ദൈവാലയം, ഒന്നാമത്തെ ആലയം പണി കഴിപ്പിച്ച വ്യക്തിയായിരുന്നു ശലോമോൻ രാജാവ്. ഗുണങ്ങൾ ഒത്തിരി പറയുവാനുണ്ടായിരുന്നു. അടുത്ത കാര്യങ്ങളൊക്കെ കൂടെ നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. 5-ാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? 3-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നമുക്കറിയാം. 3-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം എന്താണ്? ഇതുപോലെ ലോകത്തിലും വെച്ച് ബുദ്ധിമാനും ദൈവം ജ്ഞാനം കൊടുത്തതുമായ മറ്റൊരു മനുഷ്യനുണ്ടായിരുന്നു. ദൈവം അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 3-ന്റെ 12 വായിക്കുമ്പോൾ, ഞാൻ എന്റെ ഉപദേശപ്രകാരം ചെയ്തിരിക്കുന്നു, ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പുണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. നന്ദിയോടെ സ്തോത്രം പറയാം. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പുണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിനക്ക് ശേഷവും ഉണ്ടാകത്തില്ല. അതിനുശേഷം അത് മാത്രമല്ല, അവന് ജ്ഞാനം കൊടുത്തു,
അവൻ വൈസ്മാനായിരുന്നു എന്നുള്ളത് മാത്രമല്ല കേട്ടോ, അതിന് മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, നീ ചോദിക്കാത്തത് കൂടി നിനക്ക് തരിക. എന്താണെന്നറിയാമോ? സമ്പത്ത്, ലോകത്തിൽ സകല സമ്പത്തും അധികാരവും നിന്റെ കാലഘട്ടത്തിൽ, അവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ കാലഘട്ടത്തിൽ നിന്നേക്കാൾ സമ്പന്നനായി ആരും ഉണ്ടാകത്തില്ല. അവന്റെ ജ്ഞാനം കേൾക്കുവാനായിട്ട് പ്രിയ ദൈവമക്കളെ എവിടെ നിന്നൊക്കെ ആയിരുന്നു ആളുകൾ ഓടി വന്നിരുന്നത് നമുക്കറിയാം. ശേബാ രാജ്ഞി, അതുപോലെ അനേകർ അവന്റെ ജ്ഞാനം കേൾക്കുവാനായിട്ട് ഓടി വന്നവരിൽ എല്ലാം പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ശലോമോൻ രാജാവിന്റെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷെ ഞാൻ പറയട്ടെ, എന്റെ സമയത്തിന്റെ പരിമിതി പോലെ ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോവാം. അനേക കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഞാൻ പറയട്ടെ, എബ്രായ ലേഖനം 11-ാം അധ്യായം, ആ പട്ടിക നമുക്ക് നോക്കുമ്പോൾ വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തില് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം നാം പരിശോധിച്ചു നോക്കുമ്പോൾ അതിന്റെ 32-ാം വാക്യത്തിലൂടെ നാം ഒന്ന് കടന്നു പോകുമ്പോൾ അറിയാം. ആ 32-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചു. ഇനി എന്ത് പറയുന്നു? ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, യിഫ്താ, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. നന്ദിയോടെ സ്തോത്രം. അവിടെ കണ്ടോ, ആ പട്ടിക വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ്. ചിലരുടെ പേരെല്ലാം പറഞ്ഞിട്ട് ദാവീദ് എന്നിവരെയും, ആ ദാവീദ് കഴിഞ്ഞിട്ട് വരേണ്ട വ്യക്തി ആരായിരുന്നെന്നറിയാമോ? എന്തെല്ലാം ഗുണങ്ങളുള്ളവനായിരുന്നു ആ ദാവീദ് കഴിഞ്ഞിട്ട് വരേണ്ട വ്യക്തി. ഞാൻ പറയട്ടെ, അവിടെ നാം ഉദ്ദേശിക്കാത്തവരുടെ വരെ പേരുണ്ട് കേട്ടോ. ആ പട്ടിക ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാം. നമ്മളെ നീചരെന്ന് ചിന്തിക്കുന്ന പലരുടെയും പേര് വരെ അതിലുണ്ട്. അവർക്കൊക്കെ മാറ്റം വന്നതാ. അവരുടെയൊക്കെ നല്ല ജീവിതമൊന്നും അല്ലായിരുന്നു, പക്ഷെ പിന്നീട് അവരുടെ അവസാനം അവർ അനുഗ്രഹമാക്കി തീർത്തവരാ, വിശ്വാസത്തിൽ നിലനിന്നതാ. പക്ഷെ ഈ ശലോമോൻ രാജാവിന്റെ ജീവിതത്തിന്റെ ഒരു നല്ല ശതമാനം, അവന്റെ വൃദ്ധനായിരിക്കുന്ന ആ സമയം വരെയും എന്തുണ്ടായിരുന്നു? അനുഗ്രഹത്തിന്റെ ജീവിതങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവന്റെ അവസാന സമയം, അവൻ വൃദ്ധനായപ്പോൾ അവൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയതെന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ 1 രാജാക്കന്മാർ 11-ാം അധ്യായം അതിന്റെ 3 മുതൽ ഉള്ള വാക്യങ്ങള് നമ്മൾ വായിക്കുമ്പോൾ, അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനുമായിട്ട് സാധിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, പേര് നമ്മുടെ പല സ്ഥലങ്ങളിലും കാണും. മാമോദീസ രജിസ്റ്ററിൽ നമ്മുടെ പേര് ചിലപ്പോൾ ഉണ്ടായേക്കാം, നമ്മുടെ പള്ളിയിൽ ചിലപ്പോൾ പേരുണ്ടായി, റേഷൻ കാർഡിൽ പേരുണ്ടായേക്കാം, നമ്മുടെ ആധാർ കാർഡിൽ പേരുണ്ടായിരിക്കാം, വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടായിരിക്കാം, ലോകത്തിന്റെ പല പുസ്തകങ്ങളിലും പേരുണ്ടായിരിക്കാം. പക്ഷെ വിശ്വാസ വീരന്മാരുടെ പേരെഴുതുന്ന ഒരു പുസ്തകമുണ്ട് കേട്ടോ. ഹല്ലേലൂയ! അതാണ് ജീവന്റെ പുസ്തകം. ദൈവത്തിന്റെ വചനം പറയുന്നത്, ലോകത്തിൽ എവിടെ പേരുണ്ടെങ്കിലും ജീവന്റെ പുസ്തകത്തിൽ പേരില്ല എങ്കിൽ നമ്മളൊരു കാര്യം ഓർത്താൽ മതി, വചനം പറയുന്നത് അവനെ തീപ്പൊയ്കയിൽ തള്ളി. ഒരൊറ്റ പ്രാർത്ഥനയെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട്, കർത്താവേ, എന്റെ ജീവിതം അന്ത്യത്തോളം വിശ്വാസം തകർന്നു പോകാതെ നിത്യതയോളം നിലനിൽപ്പാൻ ഈ ക്രിസ്തീയ ജീവിതത്തിൽ എന്നെ സഹായിക്കണം. ശലോമോൻ രാജാവിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒന്നാമത്തെ കാര്യം, അവന്റെ ഭാര്യമാർ അന്യ ജാതികളിൽ നിന്നുള്ള ഭാര്യമാരെ അവരോട് പറ്റിച്ചേർന്നു. സ്നേഹത്തിൽ, എന്റെ സമയം തീർന്നു, സ്നേഹത്തിൽ അവരുടെ ഹൃദയം പറ്റിച്ചേരുവാനായിട്ടിടയായി. ഒന്നാമത്, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന കാര്യങ്ങളെ നാം സ്നേഹിക്കുമ്പോൾ നാം അവനിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് ഇടയാകും എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. തെറ്റായ സ്നേഹം വേണം, പക്ഷെ തെറ്റായ സ്നേഹം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. രണ്ടാമത്തെ കാര്യം, കൽപ്പന ലംഘനം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. അതെന്തായിരുന്നെന്നറിയാമോ? അന്യജാതികളിൽ നിന്ന് നീ ഇണയില്ല, പിണ കൂടരുത് എന്നുള്ള കർത്താവിന്റെ കൽപ്പനയെ അവൻ ലംഘിച്ചു. അവൻ വൃദ്ധനായപ്പോൾ
അവർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു. മൂന്നാമത്തെ കാര്യം, അവന്റെ അപ്പന്റെ ഹൃദയം പോലെ അവന്റെ ഹൃദയം ഏകാഗ്രമായിരുന്നില്ല. ആരോട്? അവന്റെ ദൈവത്തോട്. ഏകാഗ്രഹമില്ലാത്ത ഹൃദയം, ചഞ്ചല ഹൃദയം അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അത് അവനെ നാശത്തിലേക്ക് കൊണ്ടുപോയി എന്ന് കാണുവാൻ സാധിക്കുന്നു. നാലാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവൻ ഇതെല്ലാം ചെയ്തുകൊണ്ട് അന്യ ദൈവമല്ലാത്തതിന് അവൻ എന്തു ചെയ്തു? അവൻ ധൂപം കാണിച്ചു. അതിന്റെ 11-ാം വാക്യം മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. അതിന്റെ 5-ാം വാക്യത്തിലൊക്കെ ശലോമോൻ സീദോനി ദേവിയായ അസ്തോരത്തിനെയും അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയും ചെന്ന് സേവിച്ചു. തന്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അന്ന് ശലോമോൻ യെരൂശലേമിനെതിരെയുള്ള മലയിൽ മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കെമോശിനും അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മോലേക്കിനും ഓരോ പൂജാഗിരി പണിതു. തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം കാട്ടിയും ബലി കഴിച്ചും പോന്ന അന്യജാതിക്കാരിത്തികളായ സകല ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ തന്നെ ചെയ്തു. അതിന്റെ അവസാനം, ആ അധ്യായത്തിന്റെ അവസാനം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ശലോമോൻ രാജാവിന്റെ മരണത്തെ കുറിച്ച്. 11-ാം അധ്യായം അവസാനിക്കുന്നത് ശലോമോൻ രാജാവിന്റെ മരണത്തെ കുറിച്ച്. ഈ ദൈവമക്കളെ, ശലോമോൻ രാജാവ് ഇന്ന് സ്വർഗത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാനായിട്ട് ഞാൻ ആളല്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അന്ത്യസമയത്ത് അവൻ മരണത്തിന് തൊട്ടു മുമ്പ് കാര്യം വചനത്തിൽ പറയുന്നത് വാസ്തവമാണ്. അതെന്തെന്ന് വെച്ചാൽ, അവൻ വൃദ്ധനായപ്പോൾ അവന്റെ ജീവിതം ദൈവത്തോടുള്ള ഏകാഗ്രതയിൽ നിന്ന് വിട്ടുപോയി. എനിക്ക് ഇയ്യോബിനെ കുറിച്ച് പറയുവാനുണ്ടായിരുന്നു, യോസഫിനെ കുറിച്ച് പറയുവാനുണ്ടായിരുന്നു. അനേകര് തങ്ങളുടെ ജീവിതം അന്ത്യത്തോളം ക്രിസ്തുവിന് വേണ്ടി നിലനിർത്തിയ അനേക ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണാനുണ്ട്. ശമൂവേൽ പ്രവാചകനെ കുറിച്ച് കാണുവാനുണ്ട്. ഇതിലേക്കൊന്നും ഞാൻ ഇന്ന് കടന്നു പോകുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം ഓർത്താൽ മതി. പ്രിയ ദൈവമക്കളെ, യേശുവുമായിട്ടുള്ള ബന്ധമല്ലാതെ, ജീവനുള്ള ദൈവവുമായിട്ടുള്ള ബന്ധമല്ലാതെ അന്യ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ധൂപം കാട്ടിയാൽ, അന്യ സ്ഥലങ്ങളിൽ ധൂപം എന്ന് പറയുന്നത് ആരാധന അർപ്പിക്കുന്ന ഒന്നാണ്. ഇന്ന് കല്ലിനെയും ഇന്ന് മുട്ടിയെയും ഇന്ന് എല്ലും കഷ്ണം വരെ കൊണ്ടുവന്ന് അനേക വിശുദ്ധന്മാരുടേതെന്ന് പറഞ്ഞ് അതിന്റെ മുമ്പിൽ ധൂപം കാട്ടുന്നവരുണ്ട്, ഇല്ലേ? നമുക്ക് കാണാം, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ തന്നെ എവിടെയൊക്കെയാണ് ഇന്ന് ധൂപം കാട്ടുന്നത്. ധൂപം കാട്ടുന്നത് എന്ന് പറഞ്ഞാൽ അത് ആരാധനയാണ്. പ്രിയ ദൈവമക്കളെ, ദൈവമക്കളായ നാം, വചനം കേൾക്കുന്ന നാം ഒരു കാര്യം ഓർത്തുകൊള്ളണം. എല്ലും മുട്ടിയുടെ മുമ്പിലും മറ്റു മനുഷ്യന്റെ മുമ്പിലും ധൂപം കാട്ടേണ്ടവരല്ല ദൈവമക്കൾ. അങ്ങനെ ഉണ്ട് എങ്കിൽ നമ്മുടെ നിത്യത കർത്താവിനോട് കൂടെ ആയിരിക്കത്തില്ല. അതുകൊണ്ടൊരു കാര്യം നാം ഓർത്തുകൊള്ളണം. സത്യവചനം പഠിക്കുന്ന ദൈവമക്കൾ യേശു ക്രിസ്തുവിനെ മാത്രം ആരാധിച്ച് അവനെ മാത്രം മധ്യസ്ഥനായി കണ്ടുകൊണ്ട് അവന്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതം നമ്മുടെ കർത്താവിന് ഉത്തമമായ സാക്ഷ്യമായി തീരും. അല്ല എങ്കിൽ പ്രിയ ദൈവമക്കളെ, നാം വഴിയിൽ വെച്ച് നശിക്കുന്നവരെ പോലെ ഒരിക്കലുമായി തീരരുത്. വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് നമ്മുടെ ക്രിസ്തുവാകുന്ന ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ ചുംബിച്ചുകൊണ്ട്, അവനെ സ്നേഹിച്ചുകൊണ്ട്, അവനിൽ ആശ്രയിച്ചത് കൊണ്ട് അന്ത്യത്തോളം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്കൊരു രക്ഷയുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട്. അല്ല, നമ്മൾ ഈ ലോകത്തിന്റെ പുറകെ എന്തെല്ലാം പാരമ്പര്യം പറയുവാനായിട്ടുണ്ടെങ്കിലും നാം ലോകത്തിന്റെ പുറകെ പോയാൽ ഒരിക്കലും നമുക്ക് നിത്യത അനുഭവിപ്പാൻ സാധ്യമാവുകയില്ല. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരല്പം 5 മിനിറ്റ് കൂടി പോയി ക്ഷമിക്കണമേ. പ്രിയ ദൈവമക്കളെ, നമ്മളെ തന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ച് നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. കർത്താവേ, എന്റെ ജീവിതം നിന്റെ കരത്തിലാണ്. എന്റെ ഒരു പാരമ്പര്യവും നോക്കിക്കൊണ്ട് നിന്നെ വിട്ട് മറ്റൊന്നിലേക്കും പോകുവാൻ എന്നെ ഇടയാക്കല്ലേ. എനിക്ക് അന്ത്യത്തോളം എന്റെ വിശ്വാസത്തിൽ, എന്റെ കർത്താവിലുള്ള വിശ്വാസത്തിലും എന്റെ വിശുദ്ധിയിലും വിശ്വസ്തയോടെ ജീവിപ്പാൻ നീ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. സ്നേഹത്തെ ക്രൂശിന്മേൽ കാണും
നിൻ കൃപ എത്ര മനോഹരമേ, എന്നെ മിത്രമാക്കി